ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വലിയ ഒരു ഇറക്കമാണ്. കണ്ടോ ഇറക്കത്തിന് കാഠിന്യം കണ്ടോ? ആ മുന്നേ പോകുന്ന വണ്ടി കണ്ട ബ്രേക്കൊക്കെ ചവിട്ടി, ബ്രേക്ക് ലൈറ്റൊക്കെ കാണാമല്ലോ അല്ലേ? അപ്പം നല്ല സ്പീഡിൽ ഒരിക്കലും നമുക്ക് ഈ ഇറക്കം പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വന്ന ഗിയർ എന്ന് പറഞ്ഞാൽ 4th ആയിരിക്കും, അല്ലെങ്കിൽ 5th ആയിരിക്കും. അത് ഏതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇറക്കവും വളമൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് ആ ഗിയറിൽ പോയി കഴിഞ്ഞാൽ വണ്ടി മറിഞ്ഞു പോകും. കാരണം കീഴ്ക്കാൻ തൂക്കായിട്ട് ഈ വെയിറ്റ് മുഴുവനെ ഫ്രണ്ടിലോട്ട് അങ്ങ് നിൽക്കുകയല്ലേ. അപ്പോൾ ആഞ്ഞൊന്ന് ചവിട്ടിയാലേ അല്ലെങ്കിൽ സ്പീഡിൽ ഇങ്ങനെ പോകുമ്പോൾ വളയ്ക്കുകയോ ചെയ്താലേ വണ്ടി ഉറപ്പായിട്ടും മറി, ഒരു സംശയമില്ല കാര്യം. കാരണം ഈ ടയറില്ലേ നമ്മുടെ വാഹനത്തിൻ്റെ ടയർ റോഡിൽ നിന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടി മുന്നോട്ടുള്ള ആയം കിടക്കില്ലേ, മുന്നോട്ടുള്ള ആയം കൊടുത്തിരിക്കുന്നു, ശക്തി മുന്നോട്ടല്ലേ, അപ്പോൾ മറിഞ്ഞു വീഴും, ഇങ്ങനെ മറിയും. അപ്പോൾ അങ്ങനെ മറിയാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഗിയർ ഡൗൺ ചെയ്യണം. അപ്പം ഫസ്റ്റ് എടുത്തേ, പോട്ടെ പോട്ടെ പോട്ടെ. ഇനി നമുക്ക് ഫസ്റ്റ് പോകണമെന്നില്ല, സെക്കൻഡ് വരെ പോവാം. സെക്കൻഡ് ആകുമ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടും. ഫസ്റ്റാണ് ഏറ്റവും കൂടുതൽ ഗ്രിപ്പ്. ക്ലച്ചിന് കാലത്ത് ക്ലച്ച് ഹാഫ് കൊടുത്തേ, ബ്രേക്ക് കൂടുതലും കൊടുത്തേ. അങ്ങനെ ക്ലച്ച് ഹാഫാ കൊടുക്കുന്നതിന് കാരണം എന്ന് ചോദിച്ചാലേ എഞ്ചിന് നിൽക്കാൻ പാടില്ല, എന്നാ ഗ്രിപ്പ് വേണം താനും. ഫുള്ള് ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ന്യൂട്രായി അല്ലേ? ഫുള്ള് ക്ലച്ച് ഒരു കാരണവശാലും ചവിട്ടല്ലേ, ഹാഫ് ക്ലച്ച് ചവിട്ടാവുള്ളൂ, കാരണം ഗ്രിപ്പ് വേണം. അപ്പോൾ ബ്രേക്കിൻ്റെതായ ഒരു ഫീല് ഉണ്ടല്ലോ. ബ്രേക്ക് കുറച്ച് ബ്രേക്ക് കൊടുത്താൽ മതി. ഇങ്ങനെ പയ്യെ പോവുക, ഇറക്കും. ഇനി വളവാണ്. വളവ് വരുമ്പോഴത്തേന് ഇപ്പം ചവിട്ടിയിരിക്കുന്ന ബ്രേക്കിനേക്കാളും കൂടുതൽ ബ്രേക്ക് ചവിട്ടണം, എന്നിട്ട് വേണം ചവിട്ടാനായിട്ട്. ഇനി നിവർത്ത് കൊടുക്കുക. അപ്പം ഇറക്കം തീർന്നു. ഇത്രയും കേസായിട്ട് തന്നെ ചെയ്തുകൂടെ? ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ? ഗൗരവം മനസ്സിലായല്ലോ. സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി മറിയും. അതുകൊണ്ട് ഏറ്റവും മെല്ലെ പോവുക. ഏറ്റവും മെല്ലെ പോകുന്നവർക്കാണ് ഏറ്റവും സേഫ്റ്റി, സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് സൈഡിലോട്ട് ഒതുക്കാം. ഇവിടെ ഇടയില്ല, അടുത്ത ചവിട്ടല്ലേ. മുമ്പേ നമ്മൾ പറഞ്ഞതല്ലേ, ഇട ഉള്ളിടത്ത് മാത്രം ചവിട്ടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. ഓക്കെ.